പെരുമ്പാവൂർ ഗവൺമെന്റ് ഗേൾസ് LP സ്കൂളിൽ സ്നേക്ക് അവയർനെസ് ക്ലാസ് സംഘടിപ്പിച്ചു. കോടനാട് ഫോറസ്റ്റ് റേഞ്ചിന്റെയും സർപ്പ വോളണ്ടിയേഴ്സിന്റെയും നേതൃത്വത്തിലായിരുന്നു ബോധവൽക്കരണ പരിപാടികൾ. വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും ക്ലാസുകൾ ഏറെ ഗുണകരമായി. പെരുമ്പാവൂർ ഗവൺമെന്റ് ഗേൾസ് LP സ്കൂളിൽ സ്നേക്ക് അവയർനെസ് ക്ലാസ് സംഘടിപ്പിച്ചു. പാമ്പുകടിയേറ്റാൽ ചെയ്യേണ്ട പ്രഥമ ശുശ്രൂഷകൾ, പാമ്പുകടി മരണം ലഘൂകരിക്കുന്നതിനുള്ള കാര്യങ്ങൾ, വിവിധതരം പാമ്പുകളെ സംബന്ധിച്ച് പൊതുജനങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്നിവയെല്ലാമാണ് ബോധവൽക്കരണ ക്ലാസ്സിൽ പ്രതിപാദിച്ചത്. ഇതുകൂടാതെ സർപ്പ ആപ്പിനെ കുറിച്ചും പരിപാടിക്ക് നേതൃത്വം നൽകിയവർ വിശദീകരിച്ചു. ഫോറസ്റ്റ് കൺസർവേഷൻ ബയോളജിസ്റ്റ് CP അർജുൻ അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കുമായി ബോധവൽക്കരണ ക്ലാസുകൾ എടുത്തു. മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിന്റെ ഭാഗമായിട്ട് 10ഓളം മിഷനുകളാണ് കേരള വനംവകുപ്പ് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. അതിനകത്ത് ഒരു പ്രധാനപ്പെട്ട മിഷനാണ് മിഷൻ സർപ്പ. ഇന്ന് നമ്മുടെ മനുഷ്യ വന്യജീവി സംഘർഷത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ മരിക്കുന്നത് പാമ്പുകടിയേറ്റിട്ടാണ്. ഈ 110ഓളം ആളുകളാണെന്ന് ഒരു വർഷം നമ്മുടെ കേരളത്തിൽ പാമ്പുകടിയേറ്റ് മരിക്കുന്നത്. അതിനെ ഏറ്റവും കുറച്ചിട്ട് 0 സ്നേക്ക് ബൈറ്റ്, അതായത് ഒരു ഒറ്റ പാമ്പുകടി പോലും ഏൽക്കാത്ത ഒരു സംസ്ഥാനം എന്നുള്ള രീതിയിലേക്ക് നമ്മൾ എത്തിക്കുക എന്നുള്ളൊരു മിഷന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ പ്രോഗ്രാം, ഈ മിഷൻ ലോഞ്ച് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ സർപ്പ എന്ന് പറഞ്ഞ മിഷൻ സർപ്പയിൽ നമ്മൾ 1000ഓളം വോളണ്ടിയേഴ്സിനെ ശാസ്ത്രീയമായിട്ട് എങ്ങനെ പാമ്പ് പിടിക്കണം എന്നുള്ളതിനെ പറ്റി ട്രെയിനിങ് കൊടുത്ത്, അവർക്ക് ലൈസൻസ് കൊടുത്ത് ഇവരെ നമ്മുടെ ജില്ലയിലുടനീളം ഇവരുടെ ഒരു സേവനം വിന്യസിച്ചിട്ടുണ്ട്. അപ്പോൾ എപ്പോൾ പാമ്പിനെ കണ്ടാലും, നമ്മുടെ വീടിൻ്റെ പരിസരത്ത് കണ്ടാലും സർപ്പ ആപ്പ് വഴിയോ അല്ലെങ്കിൽ കൺട്രോൾ റൂം നമ്പറിൻ്റെ RRTയുടെ നമ്പറോ അല്ലെങ്കിൽ കൺട്രോൾ റൂം നമ്പർ വഴിയോ നിങ്ങൾക്ക് വനം വകുപ്പിനെ ബന്ധപ്പെടാവുന്നതാണ്. ചടങ്ങിൽ കോടനാട് വനം വകുപ്പിലെ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാരായ ധനേഷ്, സനൽ, സുനിത്, CJ ജോസ്, സർപ്പ വോളണ്ടിയർമാരായ സിജാസ്, KE ഫാസിൽ, PI ബിജു, നിതിൻ, നാസർ എന്നിവരും, ഗവൺമെന്റ് ഗേൾസ് LP സ്കൂൾ ഹെഡ് മിസ്ട്രസ് PD ബിന്ദു, അധ്യാപകരായ AB ഷിഹാബ്, വിജി പോൾ, ഷൈമ ലത്തീഫ്, KK രാജു, റീഫ സാദത്ത്, ഷിബി എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ഡെസ്ക് മീഡിയ സിറ്റി, പെരുമ്പാവൂർ.